ഈ 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഈ പക്ഷവാത രോഗിക്ക് കർത്താവ് നൽകുന്ന സൗഖ്യമാണ്. കർത്താവ് ജനിക്കുന്നതിന് മുമ്പ് ഈ മനുഷ്യൻ ഈ കുളക്കരയിൽ വന്നതാണ്, സൗഖ്യം പ്രതീക്ഷിച്ചു വന്നതാണ്. കർത്താവിന് 38 വയസ്സില്ല ഈ സമയത്ത്, ഏകദേശം 30 വയസ്സോളം അടുപ്പിച്ചാകുന്നു. ഇദ്ദേഹം ഇവിടെ വന്നിട്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ആയുസ് എത്രയെന്ന് അറിഞ്ഞുകൂടാ. ഇദ്ദേഹം ഇവിടെ എത്തിയിട്ട് തന്നെ 38 വർഷമായി. അവിടെ നമ്മൾ ഇതിന്റെ ആദ്യത്തെ 6 വാക്യങ്ങൾ, 6-ാം വാക്യത്തിലാണ് നമ്മൾ ഒടുവിൽ നമ്മുടെ പഠനം എത്തി നിന്നത്. ആ 6-ാം വാക്യം മുതൽ ഇന്ന് നമ്മൾക്ക് ചിന്തിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അവിടെ 2 പ്രയോഗങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വന്നാൽ എന്തൊക്കെയാ? ഒന്ന്, അവൻ കിടക്കുന്നത് യേശു കണ്ടു. കണ്ടോ? അവൻ കിടക്കുന്നത് യേശു കണ്ടു. പിന്നെ ഇങ്ങനെ ഏറെക്കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. 2 കാര്യം. ഒന്ന്, യേശു കണ്ടു. 2, യേശു അറിഞ്ഞു. ഇത് ആരും പറഞ്ഞിട്ടല്ല കർത്താവ് അറിയുന്നത്. കർത്താവ് ഇക്കാര്യം അറിഞ്ഞത് ആരെങ്കിലും പറഞ്ഞിട്ടല്ല. 38 വർഷമായിട്ട് ഇവനിവിടെ കിടക്കുന്നു എന്നുള്ള വിവരം, അഥവാ ഏറിയ ആണ്ടുകളായി ഇവൻ ഇവിടെ കിടക്കുന്നു എന്നുള്ള കാര്യം ആരും പറഞ്ഞിട്ടല്ല, കർത്താവ് അറിയുക. കർത്താവിന് സകലവും അറിയാം. ഇവിടെ ഈ 2 പദങ്ങൾ ചേർത്ത് നമ്മൾക്ക് അനുഗ്രഹീതമായ ദൈവിക സന്ദേശം ദൈവവചനത്തിൽ നിന്ന് ഉൾക്കൊള്ളാൻ യാതൊരു പ്രയാസവുമില്ല. കർത്താവ് കണ്ടു, കർത്താവ് അറിഞ്ഞു. കർത്താവിന്റെ കണ്ണുകളുടെ പ്രത്യേകത, കർത്താവ് നമ്മൾ കാണുന്നത് പോലെയല്ല കർത്താവ് ഏതെങ്കിലും ഒരു കാര്യം കാണുന്നത്. ഇവിടെ നമ്മൾ പഠിക്കേണ്ട വേറൊരു പാഠം കൂടെ ഞാൻ സൂചിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വരാം. നമ്മള് ഒരു സ്ഥലത്ത് ചെന്നാൽ പരിഗണിക്കുന്നത് അവിടെയുള്ള ഉന്നതരായ ആളുകളെയും വലിയ ആളുകളെയും അവിടെ നടക്കുന്ന വലിയ സംഭവങ്ങളെയുമാണ്. എന്നാൽ കർത്താവ് കണ്ടത് അവഗണിക്കപ്പെട്ട ഒരു മനുഷ്യനെയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. യേശുക്രിസ്തുവിന്റെ കണ്ണുകൾ തിരയുന്നത് അവഗണിക്കപ്പെട്ട മനുഷ്യരെയാണ്. അതിനൊട്ടേറെ ഉദാഹരണങ്ങൾ ദൈവവചനത്തിൽ നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. ഈ മനുഷ്യൻ അവഗണനയുടെ ഉച്ചസ്ഥായിയിൽ കഴിയുന്ന ഒരു മനുഷ്യനാണ്. അവനെയാണ് കർത്താവ് കാണുന്നത്. ഇനി കർത്താവിന്റെ കണ്ണിന്റെ മഹത്വം, കണ്ണിന്റെ പ്രത്യേകത, യേശു കർത്താവിന്റെ കണ്ണിന്റെ പ്രത്യേകത, ആ കണ്ണ് സകലത്തെയും കാണുന്നു എന്നുള്ളതാണ്. നമ്മള് എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ വായിക്കുന്നത് എന്താ? കർത്താവിന്റെ എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. അവന് മറഞ്ഞിരിക്കുന്നത് ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവന്റെ കണ്ണിന് സകലവും നഗ്നവും മലർന്നതുമായിരിക്കും. ഇതാണ് യേശു കർത്താവിന്റെ കണ്ണിനെ കുറിച്ച് നമ്മൾ അവിടെ കാണുന്നു. വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ യേശു കർത്താവിനെ അവിടുത്തെ മഹത്വത്തിൽ കാണുന്ന രംഗമാണ്. 13 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ കർത്താവിന്റെ കണ്ണുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ കണ്ണുകൾ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അതുപോലെ തന്നെ ആ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. ഈ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾ എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം നമ്മൾ ഗ്രഹിച്ചിരിക്കണം. ഈ ക്രിസ്തുവിന്റെ ന്യായാസനത്തിങ്കൽ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 3-ാം
അവിടെ തീയിൽ കൂടെ ശോധന ചെയ്യുമെന്ന് പറയുന്നുണ്ട് അല്ലെ? എന്താ? മരം, പുല്ലു, വൈക്കോൽ, പിന്നെ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ലുകൾ. മനുഷ്യന്റെ പ്രവൃത്തിയാണ്. മനുഷ്യന്റെ അല്ല, വിശ്വാസികളുടെ പ്രവർത്തികൾ തീയിൽ കൂടെ ശോധന ചെയ്യും എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. തീ തന്നെ അത് ശോധന ചെയ്യും. ഈ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ് എന്ന് വെളിപാട് പുസ്തകത്തിൽ കർത്താവിന്റെ കണ്ണുകളെ കുറിച്ച് യോഹന്നാൻ അപ്പസ്തലൻ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. ന്യായവിധി ദിവസത്തിൽ ആരുടെ? വിശ്വാസികളുടെ ന്യായവിധിയാണ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നടക്കുന്നത്. ആ വിശ്വാസികളുടെ ന്യായവിധി നടക്കുമ്പോൾ തീ എന്ന് പറയുന്നത്, തീ ശോധന എന്ന് പറയുന്നത് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളിലൂടെ നമ്മുടെ രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള നല്ല പ്രവർത്തികളും തീയ പ്രവർത്തികളും ഇങ്ങനെ ഒരു ടെലിവിഷൻ സ്ക്രീനിലോ ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിലോ നമ്മൾ ഒരു ചിത്രം കാണുന്നത് പോലെ നമ്മുടെ പ്രവർത്തികൾ യേശു കർത്താവിന്റെ കണ്ണുകളിലൂടെ ഇങ്ങനെ പോകുന്നത് നമ്മൾ കാണും. അതാണ് തീ ശോധന ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. പലർക്കും ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ ന്യായവിധി നടക്കുമ്പോൾ അവിടെ തീ ഉണ്ടോ, തീക്കകത്തൂടെ നമ്മുടെ പ്രവൃത്തിയെല്ലാം തീക്കകത്തിടുമോ എന്നൊക്കെയുള്ള ഇമാജിനേഷൻ ഉണ്ടാകും, ഭാവന ഉണ്ടാകും, സങ്കല്പം ഉണ്ടാകും. അതല്ല. കർത്താവിന്റെ കണ്ണുകൾ രക്ഷിക്കപ്പെട്ട അനന്തരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തതും വന്നുപോയതുമായ സകല പ്രവർത്തികളും ശോധന ചെയ്യുന്ന കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കർത്താവിന്റെ കണ്ണുകളുടെ സവിശേഷത, അതിന്റെ മഹത്വം, അതിന്റെ പ്രത്യേകത നമ്മുടെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. കർത്താവിനെ കുറിച്ച്, ദൈവത്തെ കുറിച്ച് പറയുന്നത് ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്നു എന്നാണ്. ദഹിപ്പിക്കുന്ന അഗ്നി. എന്താണ് ആ ദഹിപ്പിക്കുന്ന അഗ്നി? ആ കണ്ണുകളുടെ പ്രത്യേകതയാണ്. ആ കണ്ണുകൾ ദഹനശേഷി ഉള്ള കണ്ണുകളാണ്. ഇവിടേക്ക് നമുക്ക് മടങ്ങി വരാം. യോഹന്നാൻ 5:6 നമ്മൾക്ക് വരാം. എന്താ? അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഈ മനുഷ്യൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന സ്ഥിതിയിൽ അവിടെ കിടക്കുകയാണ്. അവൻ ആ കിടക്കയിലായിരിക്കുന്ന ദയനീയ സ്ഥിതി കർത്താവ് കണ്ടു. ഇത് പുതിയ നിയമത്തിൽ ഒട്ടേറെ സ്ഥലത്ത് ആവർത്തിക്കുന്നു. കാണുക മാത്രമല്ല, കർത്താവ് അവനെ കുറിച്ച് അറിയുകയാണ്. എന്താണ്? ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. അവൻ ഏറെ കാലമായിട്ട് അവിടെ കിടക്കുന്നു എന്ന് അറിഞ്ഞു. ഇതിന്റെ ഉദാഹരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ ധാരാളം കാണുന്നുണ്ട്. കർത്താവ് ഓരോ വ്യക്തികളെ കാണുന്നു. ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ. ഒരു ഉദാഹരണം പറയാം. 1-ാം അധ്യായത്തില് യോഹന്നാൻ 1:47-48 വാക്യങ്ങളിൽ ആദ്യമായി കാണുകയാണ്. എന്തായി? അത് നഥനയേലിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ കാഴ്ചയാണ്. യേശുക്രിസ്തുവിന് അത് ആദ്യ കാഴ്ചയല്ല. നഥനയേലും യേശു കർത്താവും കൂടെ കാണുന്ന ആ രംഗത്ത് പറയുകയാണ്. അവനെ നോക്കിയിട്ട് പറയുകയാണ്, ഇവൻ സാക്ഷാൽ ഇശ്രായേലിയൻ, അവനിൽ കപടമില്ല. ഒരു മനുഷ്യന്റെ കപടം എന്ന് പറയുന്നത് പുറത്ത് കാണാൻ പറ്റുന്നതല്ല. കപടം എന്ന് പറയുന്നത് ഹൃദയത്തിലുള്ളതാണ്. 32-ാം സങ്കീർത്തനത്തിലുണ്ട്, ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. മനുഷ്യന്റെ കാപട്യം, മനുഷ്യന്റെ കപടം എന്ന് പറയുന്നത് അവന്റെ മുഖത്തോ കൈകളോ ഒന്നും നോക്കിയാൽ കാണാൻ കഴിയത്തില്ല. മനുഷ്യന്റെ കപടം ശരിക്കും അറിയുന്നത് ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ വ്യക്തമായ തെളിവാണ് മനുഷ്യനെയും മനുഷ്യനിലുള്ളതും കർത്താവ് അറിയുന്നു എന്നുള്ളത്. അതിന് ഈ കാര്യം നമ്മള് യോഹന്നാന്റെ സുവിശേഷം
2-ാം അധ്യായം പഠിച്ചപ്പോൾ നമ്മൾ അത് കാണുകയുണ്ടായി. നോക്കുക, 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യവും 25-ാം വാക്യവും, 2-ന്റെ 24-ഉം 25-ഉം. യേശുവോ എല്ലാവരെയും അറിയുക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. നോക്കണം, യേശു കർത്താവ് എല്ലാവരെയും അറിയുന്നതുകൊണ്ട് തന്നെത്താൻ വിശ്വസിച്ചേൽപ്പിച്ചില്ല. അതിനൊക്കെ വലിയ മാനമുണ്ട്. നമ്മൾ അന്ന് അത് കണ്ടതാ. 25-ാം വാക്യം കൂടെ മനുഷ്യനിലുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കുകയാൽ തനിക്ക് മനുഷ്യനെ കുറിച്ച് മനുഷ്യനിലുള്ളത് എന്ത് എന്ന് കർത്താവിന് സ്വതവേ അറിയാം. അതിന് യാതൊരു മനുഷ്യന്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നു. ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ പിന്നെ റെജി ജോസഫ് പാസ്റ്ററെ കുറിച്ച്, റെജിമാൻ ജോസഫ് പാസ്റ്ററെ കുറിച്ച് ഞാൻ എന്തെങ്കിലും കർത്താവിനോട് പറഞ്ഞിട്ട് കർത്താവ് അറിയേണ്ട കാര്യമില്ല. മനസ്സിലായല്ലോ? വേറൊരാൾ എന്നെ കുറിച്ച് എന്തെങ്കിലും കർത്താവിനോട് പറഞ്ഞിട്ട് കർത്താവ് അത് അറിയേണ്ട ആവശ്യം ഇല്ല. മറിച്ച് എന്താ സംഭവിക്കുന്നത്? കർത്താവ് സ്വതവേ സകലരെയും അറിയുന്നു. മനുഷ്യനിലുള്ളത് കർത്താവ് അറിയുന്നു. ഈ മനുഷ്യന്റെ യഥാർത്ഥ സ്ഥിതി ഞാൻ പറയട്ടെ. ഈ ബെഥേസ്ദ കുളക്കരയിൽ ഈ രോഗി കിടക്കുന്നത് പലരും കണ്ടിട്ടുണ്ടാവും. ഈ രോഗി മാത്രമല്ലല്ലോ, രോഗികളുടെ വലിയൊരു കൂട്ടമെന്ന് ആദ്യം പറയുന്നത്. അപ്പോൾ ഈ വലിയൊരു കൂട്ടം ഇവിടെ കിടപ്പുണ്ട്. അവരെയൊക്കെ അതുവഴി വന്നുപോയ മനുഷ്യർ പലരും കണ്ടിട്ടുണ്ട്. എന്നാൽ യേശു കണ്ടപ്പോൾ കർത്താവിന് അവനോടൊരു ചോദ്യം ചോദിക്കാനുള്ള താല്പര്യമാണ് ഉണ്ടാകുന്നത്. ഇനിയും കർത്താവ് അറിയുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ 2 വിധത്തിൽ അതൊന്ന് പറയാം. ഒന്ന്, കർത്താവ് സകലരെയും അറിയുന്നു. അവരെന്താണ്, ഏതാണ്, അവരിലുള്ളത് എന്താണ്, അവരാരായിത്തീരും. ഇതിനൊക്കെ നമുക്ക് ഒത്തിരി ഉദാഹരണമുണ്ടല്ലോ. എന്തായിത്തീരും, അവരുടെ ഭാവി എന്താണ്, ഇതെല്ലാം കർത്താവ് അറിയും. രണ്ടാമത് മറ്റൊരു കാര്യം കൂടെയുണ്ട്. യേശു കർത്താവ് തന്നെ സംബന്ധിച്ച് സ്വയം കർത്താവ് അറിഞ്ഞിരുന്നു. ഇതിന് ഒട്ടേറെ ഉദാഹരണങ്ങള് തിരുവെഴുത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ യോഹന്നാൻ 13-ന്റെ 1-ൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട്. കണ്ടില്ലേ? എന്താ? കർത്താവ് തന്നെ കുറിച്ച് അറിയുകയാണ്. സമയമായി. ഏത് സമയം? താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകാനുള്ള സമയമായി. ഇനിയും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് കേട്ടോ. ലൂക്കോസ് വിശേഷം 22-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണും. നാഴിക വന്നു, അപ്പോൾ കർത്താവ് ശിഷ്യന്മാരുമായിട്ട് പ്രസംഗിക്കുന്നു. സമയമായപ്പോൾ അവൻ ശിഷ്യന്മാരുമായി പ്രസംഗിക്കുന്നു. കർത്താവ് സമയം കൃത്യം അറിയുന്നവനാണ്. ഇത് നോക്കുക, കർത്താവ് അറിയുന്ന കാര്യങ്ങളിൽ ഈ 16-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തിൽ, യോഹന്നാൻ 16:38 കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും എന്നെ വിട്ട് ഓടിപ്പോകുന്നു. നിങ്ങളെല്ലാവരും എന്നെ വിട്ട്, നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോവുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു, വന്നു നിൽക്കുന്നു. കർത്താവിനറിയാം. കർത്താവ് തനിയെ വേണം കുരിശ് ചുമക്കാനെന്നും കർത്താവ് തനിയെ വേണം കുരിശിൽ മരിക്കേണ്ടതെന്നും ഇവന്മാരൊക്കെ ഒരെണ്ണം പോലും കൂടെ കാണുകയെന്നുള്ള കർത്താവിനറിയാം. ഒരെണ്ണം പോലും. ഇതെല്ലാം കർത്താവിന് തനിക്ക് സംഭവിക്കാൻ പോകുന്നതൊക്കെ കർത്താവിന് അറിയാമായിരുന്നു. മാത്രമല്ല, തന്നോടുള്ള തൻ്റെ ശിഷ്യന്മാരുടെ പെരുമാറ്റം, തൻ്റെ അപ്പസ്തലന്മാരുടെ പെരുമാറ്റം, നമ്മൾ ഇനി ക്ലാസ്സിനൊക്കെ ഇരുന്ന് പാട്ടുമൊക്കെ പാടി ദൈവവചനം കേട്ട വലിയ സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയല്ലേ. നമ്മൾ ആരാന്നും നമ്മൾ എന്തൊക്കെയാ ചെയ്തതെന്നും നമ്മൾ എന്തൊക്കെയാ ഇനി ചെയ്ത് കൂട്ടാൻ പോകുന്നതെന്നും കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം എന്താണെന്നും യഥാർത്ഥമായി അറിയാൻ കഴിയുന്ന വ്യക്തിയാണ് കർത്താവ്. നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ നാട്യം ഒന്നും കാണിക്കരുത് കേട്ടോ. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ സത്യസന്ധമായിട്ട് സ്നേഹിക്കണം.
ഇവിടെ നോക്കണം, നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്വന്തമായതിലേക്ക് ഓടിപ്പോകും, എന്നെ തനിച്ചു വിടും. ഇത് കർത്താവിന് അറിയാമായിരുന്നു. ഇനി നോക്കുക, പത്രോസ് എപ്പോഴാ പറയുന്നത്? തുടർന്ന് നമ്മൾ 13-ാം അധ്യായത്തിന്റെ അവസാനം വായിക്കുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, ഉയ്യോ, ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും, എല്ലാവരും ഓടിപ്പോയാലും, എല്ലാവരും അങ്ങേ തള്ളിപ്പറഞ്ഞാലും ഞാൻ തള്ളിപ്പറയില്ല. പിന്നെ നിന്റെ കൂടെ മരിപ്പാനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് പത്രോസ് പറഞ്ഞപ്പോ കർത്താവ് വാസ്തവത്തിൽ ഉള്ളിലൊന്ന് ചിരിച്ചിട്ട്, ഇങ്ങനെ പിന്നെ ബൈബിളിൽ എഴുതുമ്പോൾ അത് അതുപോലെ എഴുതാൻ പറ്റുകയല്ലോ, അവിടെ നടന്ന സംഭവം അതുപോലെ എഴുതാൻ പറ്റുകയല്ലോ. കർത്താവ് എന്താ മരിക്കുന്നത്? എനിക്ക് നിന്നെ അറിയാം, നീ എൻ്റെ കൂടെ മരിക്കും. എന്താ കർത്താവ് പറഞ്ഞേ? ആ വാക്യം ഒന്ന് നോക്കിയേ, 13-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം. അതിന് യേശു, നിന്റെ ജീവനെ എനിക്ക് വേണ്ടി വെച്ച് കളയുമോ? ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ 3 പ്രാവശ്യം എന്നെ തള്ളി പറയുവോളം കോഴി കൂവുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്റെ പത്രോസേ, നീ വെറുതെ വായിച്ചാരി പറയാതെ, നീ വെറുതെ വലിയ വിപ്ലവമൊന്നും പറയാതെ കർത്താവ് വ്യക്തമാക്കുകയാണ്, നീ ആരാന്ന് എനിക്കറിയാം, നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്നവരെ, തുടർന്ന് നമ്മുടെ യൂട്യൂബില് ഈ ക്ലാസ് ശ്രദ്ധിക്കുന്ന വിശ്വാസികളായ സഹോദരങ്ങളോട് പ്രത്യേകം ഞാൻ പറയാൻ ആഗ്രഹിക്കുക. എല്ലാവരോടും പൊതുവെ പറയുന്നു, എന്നാൽ വിശ്വാസികളോട് പ്രത്യേകം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹം എത്രമാത്രമാണെന്നുള്ളത് അത് ശരിക്കും അറിയാവുന്നത് നമ്മുടെ കർത്താവിനാണ്. തന്നോട് ഈ ശിഷ്യന്മാർ എങ്ങനെ പെരുമാറുമെന്നുള്ളത് കർത്താവിന് അറിയാൻ പാടില്ല. ഇനി മറ്റൊരു കാര്യം കൂടെ, ഈ 18-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ, യോഹന്നാൻ സുവിശേഷം മാത്രം വെച്ചോണ്ട് ഞാൻ പറയട്ടെ, യേശു തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞ് പുറത്തു ചെന്ന് നിങ്ങൾ ആരെ തിരയുന്നു? യേശു തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞ് പുറത്തു. സ്തോത്രം. ഈ വാക്യമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ആന്തരിക അർത്ഥം ഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഹൃദയം തകർന്നു പോകും. കർത്താവിന് എന്തൊക്കെ ഇനി വരാൻ പോകുന്നതെന്ന് അറിയാതെ അല്ല, ആ ഗെത്സമനെ തോട്ടത്തിന്റെ പുറത്തോട്ട് കർത്താവ് ചെല്ലുകയാണ് തന്നെ പിടിക്കാൻ വന്നവരുടെ അടുക്കലേക്ക്. എങ്ങനാ? തനിക്ക് നേരിടുവാനുള്ള, കർത്താവ് തനിക്ക് നേരിടുവാനുള്ളതെല്ലാം മുൻകൂട്ടി അറിഞ്ഞാണ് താൻ ക്രൂശിലേക്ക് പോകുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രധാനമായും 4 കാര്യങ്ങൾ യേശുക്രിസ്തു അറിയുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 1, ഹൃദയങ്ങൾ കർത്താവ് അറിയുന്നു. 2, നമ്മുടെയും കർത്താവിനോടും ബന്ധപ്പെട്ടുള്ള സമയങ്ങൾ കർത്താവ് അറിയുന്നു. എൻ്റെ ജീവിതത്തിൽ ദിവസം, ആണ്ട്, മാസം, ആഴ്ച, ദിവസം, മണിക്കൂറ്, പിന്നെ നിമിഷം, കർത്താവിന് ഏത് സമയത്ത് എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമായിട്ട് കർത്താവ് അറിയുന്നു. സമയത്തെ കർത്താവ് അറിയുന്നു. തന്നോട് ബന്ധപ്പെട്ടും സമയം കർത്താവ് അറിയുന്നു. നാഴിക വന്നില്ല, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല ആദ്യം പറയുന്നു. 2ാമത് പറയുന്നു, നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞു. സമയം തെറ്റി ഒന്നും കർത്താവ് ചെയ്യത്തില്ല. കർത്താവിന്റെ സമയത്ത് മാത്രമേ കർത്താവ് പ്രവർത്തിക്കുകയുള്ളൂ. നോക്കണം, 1, ഹൃദയം കർത്താവ് അറിയുന്നു. 2, സമയം കർത്താവ് അറിയുന്നു. 3, കർത്താവിന് സ്ഥലം തെറ്റുകയില്ല. ഇടം, സ്ഥലം കർത്താവ് വ്യക്തമായിട്ട് അറിയുന്നു. 4ാമത്, സംഭവങ്ങൾ കർത്താവ് അറിയുന്നു. ഇൻസിഡൻസ്, ഏതൊക്കെ സംഭവിക്കും. നാളെ എനിക്ക് എന്തെങ്കിലും
രോഗം വരുന്നത് എനിക്കിന്നറിയാൻ പറ്റില്ല. പക്ഷെ കർത്താവിന് ആ സംഭവം അറിയാം, മുൻകൂട്ടി അറിയാം. നമ്മുടെ ജീവിതത്തിലെ നല്ലതും തീയതുമായിട്ടുള്ള മുഴുവൻ സംഭവങ്ങളും കർത്താവിന് അറിയാം. അതുകൊണ്ട് ദൈവമക്കൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്നറിയാമോ? മുഴുവൻ കർത്താവിന്റെ കയ്യിലോട്ടം കൊടുത്താൽ മതി. കേട്ടോ? എന്ത് കാര്യവും യഥാസമയം ചെയ്യേണ്ട സമയത്ത് ഭംഗിയായി നിവർത്തിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ നാം ഓർക്കുക, നമ്മുടെ കർത്താവ് നമ്മളെ കാണുന്നു. 2, നമ്മെ പൂർണ്ണമായി കർത്താവ് അറിയുന്നു. ഈ അറിവിനോട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. ഈ മനുഷ്യനെ കർത്താവ്, ഇനി നമുക്ക് 6-ാം വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. എന്താ? കർത്താവ് അവൻ കിടക്കുന്നത് കണ്ടു, ഏറെക്കാലമായി അവൻ അവിടെ കിടക്കുന്നു എന്ന് കർത്താവ് അറിഞ്ഞു. രണ്ടാമത് കർത്താവ് അറിഞ്ഞു. ഇത് രണ്ടുമാണ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചത്. എന്നാൽ അറിയുക മാത്രമല്ല, കർത്താവ് അവനോടൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്താ ചോദ്യം? നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഇത് ഒരു വലിയ പഠനമാണ് കേട്ടോ. കർത്താവ് അവനോട് ചോദിക്കുകയാണ്, നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ആ ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഞാന് നമ്മുടെ സഹോദരങ്ങളെ കർത്താവിന്റെ വചനം നമ്മുടെ പ്രിയ സഹോദരൻ ജിജി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. നമ്മുടെ രാജു മൈക്കിൾ സാറും നമ്മുടെ റജിമോൻ ജോസഫ് പാസ്റ്ററും ഒക്കെ എന്നോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ പറയാറുള്ള ഒരു കാര്യമാണ്, അവർ ഈ സന്ദേശങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും മാത്രമല്ല അവര് കർത്താവിന്റെ വചനം മറ്റുള്ളവരോട് സാക്ഷ്യം നിർവഹിക്കുന്നവരാണ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മനസ്സില്ലാത്തവനെ രക്ഷിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് പോലും സാധ്യമല്ല. കേട്ടോ? ഇതൊരു വലിയ ആത്മീക പാഠമാണ്. ഇതൊരു വലിയ ഉപദേശ സത്യമാണ് ഞാനിവിടെ ഈ പറയുന്നത്. മനുഷ്യനെ, ഞാൻ നേരത്തെ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ, ഒത്തിരി ക്ലാസ്സുകളായല്ലോ ഇപ്പോൾ, ഞാൻ നേരത്തെ റോമാലേഖനത്തിന്റെ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ പറയുന്നത്, എന്നെ അക്ഷരം പഠിപ്പിച്ച ഒരു രത്നമ്മ ടീച്ചറാണ്. അപ്പൊ ഈ രത്നമ്മ ടീച്ചറ് മണലിനകത്താണ് എന്നെ ഒക്കെ എഴുതി പഠിപ്പിച്ചത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നറിയാമോ? എൻ്റെ ഈ ചൂണ്ടുവിരൽ പിടിച്ചിട്ട് ഇങ്ങനെ ടീച്ചർ ഇങ്ങനെ എഴുതിക്കും. സ്വർഗത്തിലെ ദൈവം ഒരു മനുഷ്യനെയും അവന്റെ സമ്മതം കൂടാതെ അവന്റെ കൈക്ക് പിടിച്ച് ദൈവം ഒരിക്കലും രക്ഷയിലേക്ക് കൊണ്ടുവരികയില്ല. കേൾക്കണേ, ഞാൻ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുക. സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? 12-ാം സങ്കീർത്തനം, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും. രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കാത്ത ഒരുത്തനെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും സാധ്യമല്ല. രക്ഷയ്ക്കായി കാക്ഷിക്കുക, ഇത് ബൈബിളിന്റെ അടിസ്ഥാന പ്രമാണമാണ്. പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്, ഈ ഏദൻ തോട്ടത്തിൽ ആ വൃക്ഷഫലം തിന്നാതെ ആദത്തിനെ ഹൗവയെയും സ്പെയർ ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമായിരുന്നില്ലേ? കഴിയുമായിരുന്നു. പക്ഷെ ദൈവം അത് ചെയ്യുകയില്ല. കാരണം എന്താണ്? മനുഷ്യന്റെ ഇച്ഛാസ്വാതന്ത്ര്യത്തിന്റെ മേൽ ദൈവം കൈവയ്ക്കില്ല. നിനക്ക് മനസ്സുണ്ടെങ്കിൽ രക്ഷിക്കപ്പെട്ടാൽ മതി. ഈ മനുഷ്യനോടുള്ള
ചോദ്യം കണ്ടോ? സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഞാൻ വേറെ പുസ്തകത്തിന്റെ തിരുവഴുത്തിന്റെ ഇതര ഭാഗങ്ങളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, സമയമില്ലാത്തത് കൊണ്ടാണ്. കർത്താവ് പറഞ്ഞു, യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും കല്ലെറുകയും ചെയ്തവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുന്നത് പോലെ നിന്നെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ പാഠമാണ് ദൈവാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. എന്താ? ഒരു മനുഷ്യന്റെ ഇഷ്ടം. യഹൂദന്മാരോട് കർത്താവ് പറയുകയാണ്, നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. ഈ കർത്താവിന്റെ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇദ്ദേഹത്തോടുള്ള ചോദ്യം, നിനക്ക് മനസ്സുണ്ടോ? സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഞാനിത് അല്പം വിശാലമായിട്ട് ചിന്തിക്കാൻ ആഗ്രഹിച്ച ഒരു വിഷയമാണ്. ഞാൻ ഇന്ന് എൻ്റെ മകളുമായിട്ട് സംസാരിച്ച ഒരു കാര്യം കൂടെയാണ്. മനസ്സ്, മനുഷ്യന്റെ മനസ്സ്. ഇതൊരു വലിയ പഠന വിഷയമാണ് സഹോദരങ്ങളെ. മനുഷ്യനെ നിയന്ത്രിക്കുന്നത് അവന്റെ മനസ്സാണ്. അവന്റെ മനസ്സെന്ത് എങ്ങനെ ഇരിക്കുന്നു അത് സദൃശവാക്യത്തിൽ പറയുന്നുണ്ട്. മനുഷ്യന്റെ മനസ്സ് എന്താണോ അതാണ് അവൻ. അല്ലാതെ അവൻ കാണിക്കുന്ന പ്രവൃത്തികളും നാട്യങ്ങളും നാടകവും അല്ല അവൻ. കേട്ടോ? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സാണ്. ആ മനസ്സിൽ അവൻ ആരാണോ അവനാണ് യഥാർത്ഥ അവൻ. എൻ്റെ ഭാഷയുടെ പരിമിതിയൊക്കെ ഉണ്ട്. ഇത് ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടുന്നാണ് തീരുമാനങ്ങൾ വരേണ്ടത്. അതുകൊണ്ടാണ് തമ്പുരാൻ കർത്താവ് ഈ തിരുവഴുത്തിൽ പറഞ്ഞത്, മനസ്സിനാണ് മാറ്റം വരേണ്ടത്, നീ മാനസാന്തരപ്പെടണം. റോമർ 12, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. രൂപാന്തരം സംഭവിക്കേണ്ടത് കയ്യിലും കാലിലും കണ്ണിലും വായിലുമല്ല. രൂപാന്തരം സംഭവിക്കേണ്ടത് മനസ്സിലാണ്. മനസ്സ് മാറാത്തിടത്തോളം കാലം മനുഷ്യൻ മാറുന്നില്ല. മനസ്സ് മാറാത്ത ഒരുത്തന് സ്വർഗരാജ്യം, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കയില്ല. യേശു കർത്താവ് ചുമ്മാതെ ഒരു ചോദ്യം ചോദിച്ചല്ല, നിനക്ക് മനസ്സുണ്ടോ എന്ന്. ഈ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് സൈഡുകളുണ്ട്, രണ്ട് വശങ്ങളുണ്ട്, രണ്ട് പക്ഷം ഉണ്ട്. ഞാനത് വേഗം ഒന്ന് സൂചിപ്പിച്ച് മുന്നോട്ട് പോകാം. നമ്മുടെ ഈ പഠനം, എനിക്കറിയാം ഈ പഠനം മുന്നോട്ട് പോകുന്നത്, ഇതൊക്കെ പഠിക്കാതിരിക്കാൻ പറ്റുമോ നമുക്ക്? ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ് അല്ലേ? പല ക്ലാസ്സുകളിലും ഇതൊന്നും പറയത്തില്ല പ്രിയപ്പെട്ടവരെ. അടിസ്ഥാനപരമായ സത്യങ്ങളാണിത്. ഇവിടെ നമ്മൾ ശരിയാകുന്നില്ലെങ്കിൽ നമ്മൾ ഈ ക്ലാസ്സിനിരുന്നതും നമ്മൾ അധ്വാനിച്ചതും നമ്മൾ പ്രവർത്തിച്ചതും എല്ലാം വൃഥാവായിട്ട് വരും. അതുകൊണ്ടാണ് ഞാനിത് ഗൗരവമായിട്ട് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ കർത്താവ് ഇവനോട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? വേറൊരു രംഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. കർത്താവ് ഒരു മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നോക്കി. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. കണ്ടോ? ഇവിടെ ഈ കുഷ്ഠരോഗി കർത്താവിനോട് പറയുന്നത് എന്താ?
നിനക്ക് കർത്താവ് പറയുന്നത്, കർത്താവിനോട് പറയുന്നത് എന്താ? നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വ്യക്തിയുടെ രക്ഷയ്ക്ക് പിമ്പിൽ ആരുടെ മനസ്സാവശ്യമാണ്? കർത്താവിന്റെ മനസ്സാവശ്യമാണ്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ 3-ാം വാക്യം നോക്കട്ടെ. 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. അവൻ കൈനീട്ടി അവനെ തൊട്ടു. എന്നിട്ട് എന്താ പറഞ്ഞു? എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാൻ. മനസ്സുണ്ട്, ശുദ്ധമാകാ. എനിക്ക് മനസ്സുണ്ട്, നിന്നെ രക്ഷിക്കാൻ എനിക്ക് മനസ്സുണ്ട്, നിന്നെ ശുദ്ധീകരിക്കാൻ എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യം തരുവാൻ എനിക്ക് മനസ്സുണ്ട്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, കർത്താവ് യഹൂദന്മാരോട് പറഞ്ഞു എന്താ? യെരൂശലേം പുത്രിമാരോട് പറഞ്ഞു എന്താ? യെരൂശലേമിനോട് പറഞ്ഞു എന്താ? നിങ്ങൾക്കോ മനസ്സായില്ല, എനിക്ക് മനസ്സുണ്ട്, നിങ്ങൾക്കോ മനസ്സായില്ല. ഒരു വ്യക്തിയുടെ രക്ഷയോട് ബന്ധപ്പെട്ട് വൺ സൈഡഡ് ആയിട്ട് മാത്രം ഈ മനസ്സുണ്ടായാൽ മാത്രം സാധിക്കില്ല. എന്താ? കർത്താവിന് മനസ്സുണ്ടായാൽ മാത്രം ഒരു പാപി സ്വർഗത്തിൽ പോകുകയില്ല, ഒരു പാപി രക്ഷിക്കപ്പെടുകയില്ല. ഒരു പാപി രക്ഷിക്കപ്പെടണമെങ്കിൽ അവനെ രക്ഷിക്കാൻ മനസ്സ് കാണിക്കുന്ന കർത്താവിനോട് അവന്റെ മനസ്സ് തുറന്ന് പറയണം, എനിക്ക് മനസ്സുണ്ട് കർത്താവേ, എനിക്ക് അങ്ങേ വേണം. മനസ്സിലായോ? ഇതൊരു വലിയ ആത്മീക പാഠമാണ്. കർത്താവിന് മനസ്സുണ്ടായാൽ മാത്രം ഒരു വ്യക്തി സ്വർഗത്തിൽ പോകുകയില്ല. അവന്റെ ഫ്രീ വിൽ, ഒരു വ്യക്തിയുടെ ഇച്ഛാ സ്വാതന്ത്ര്യം, തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം കർത്താവ് അവന് നൽകുകയാണ്. ഇതാണ് ബറബാസിനെയും യേശുവിനെയും ജനത്തിന്റെ മുമ്പിൽ നിർത്തിയിട്ട് പീലാത്തോസ് ചോദിച്ച ചോദ്യം അതാണ്, നിങ്ങൾക്ക് ആരെ വേണം? സ്വർഗത്തിലെ ദൈവം മനുഷ്യന്റെ മുമ്പിൽ യേശുവിനെ നിർത്തിയിട്ട് ചോദിക്കുകയാണ്, നിനക്ക് മനസ്സുണ്ടോ എന്റെ പുത്രനെ ഏറ്റെടുക്കാൻ? നിനക്ക് മനസ്സുണ്ടോ? ഇതാണ് രക്ഷയ്ക്ക് അടിസ്ഥാനപരമായ കാര്യം. ഇനി നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരാശയം ഈ വചനത്തിൽ നിന്ന് നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്, ശ്രദ്ധിക്കാൻ കഴിയുന്നു. 7-ാം വാക്യം നോക്കിയാട്ടെ. 6-ാം വാക്യത്തിൽ കർത്താവിനോട് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന്. എന്നാൽ ഈ മനുഷ്യൻ ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല. ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ അവൻ പറയുന്ന മറുപടി എന്താ? രോഗി അവനോട് 7-ാം വാക്യം, യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുന്നായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇപ്പോഴും ഇയാള് വിശ്വസിക്കുന്നത് തന്നോട് ചോദ്യം ചോദിക്കുന്ന യേശു തനിക്ക് സൗഖ്യം തരുമെന്നല്ല അവൻ വിശ്വസിക്കുന്നത്. പിന്നെ കുളത്തിലിറങ്ങിയെങ്കിൽ സൗഖ്യം കിട്ടുമെന്നുള്ള ഞാൻ ഒടുവിൽ പറഞ്ഞു നിർത്തിയത്. ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, കഴിഞ്ഞ എൻ്റെ ക്ലാസിന്റെ ഒടുവിൽ പറഞ്ഞത്, അനേകർക്കും അവരുടെ പ്ലാൻ അനുസരിച്ചുള്ള രക്ഷയാ വേണ്ടത്. ഈ മനുഷ്യന് കർത്താവിനോട് ചോദിക്കുകയല്ല, എനിക്ക് മനസ്സുണ്ട് കർത്താവേ, എനിക്ക് സൗഖ്യം വരാൻ എന്താ വഴി, വേറെ വഴി വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുകയല്ല. പക്ഷെ അവൻ പറയുന്നത്, ഇത്രയും കാര്യങ്ങൾ ചോദിച്ചിട്ടും ഇത്രയും സംഭാഷണം നടന്നിട്ടും അവൻ പറയുന്നത് എന്താ? എനിക്ക് കുളത്തിൽ ഇറങ്ങി വേണം സൗഖ്യം തരാൻ, പിന്നെ സൗഖ്യം നേടാൻ എനിക്ക് ആരുമില്ല. എൻ്റെ ഉള്ളിലൊരു എന്താ ഗോപ്യമായ ഒരു
ചിന്താഗതിയോടെ ഉണ്ട്. നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാവോ? എന്തിനാ? എന്തിന്? ഇതാ മനുഷ്യൻ. രക്ഷിക്കാൻ സർവവല്ലഭനായ കർത്താവ് മുമ്പിൽ നിൽക്കുമ്പോഴും അവന് വേണ്ട രക്ഷ കുളത്തിലിറങ്ങിയുള്ള രക്ഷ. ഞാൻ ഇതിന് ഈ മനുഷ്യർ രക്ഷിക്കപ്പെടാത്തതിന്റെ കാരണങ്ങളിൽ ഒന്ന്, ഞാൻ പറയുന്നത് അതുപോലെ ഗ്രഹിക്കണം. ഇതൊക്കെ മറ്റുള്ളവരോട് പറയുകയും ചെയ്യണം. ഞാനിവിടെ ഒന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാലും എൻ്റെ സന്ദേശങ്ങൾ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഞാൻ ദൈവാത്മാവ് എനിക്ക് തന്ന സന്ദേശങ്ങൾ ഇവിടെ തുടരും. ഈ മനുഷ്യൻ രക്ഷിക്കപ്പെടാതിരിക്കുന്നതിൻ്റെ ഒരുപാട് കാരണങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിന്റെ കാരണങ്ങളിൽ ഒന്ന് എന്താണെന്നറിയാമോ? രക്ഷിക്കപ്പെടേണ്ടത് എങ്ങനെയാണെന്ന് അവനൊരു ഭാവനയുണ്ട്. ആർക്ക്? മനുഷ്യൻ. അതിന് വിപരീതമായിട്ടോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടോ ഒരു മാർഗം പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ അവന് ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം. നമ്മുടെ ഈ ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത ഈ വചനം വായിച്ചു തരാൻ ഒത്തിരി പേരുണ്ടെന്നുള്ളതാണ്. എനിക്ക് റജിമോൻ പാസ്റ്റർ ഉണ്ടെങ്കിൽ വലിയൊരു സന്തോഷം. പറഞ്ഞു തീരുന്നതും വെടി പൊട്ടിക്കുന്ന പോലെ വാക്യം വായിച്ചു കഴിഞ്ഞിരിക്കും. പ്രത്യേകം സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കുന്നത്. 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. അതൊന്ന് എടുത്തു വെച്ചാൽ മതി, നമുക്ക് പിന്നെ വായിക്കാം. സംഭവം എന്താണ്? നയമാന്റെ കാര്യമാണ്. നയമാന്റെ കുഷ്ഠരോഗം മാറാൻ വേണ്ടി അവന്റെ വീട്ടിൽ ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്നൊരു അടിമ പെൺകുട്ടിയുണ്ട്. അരാം രാജ്യത്തെ സേനാപതിയാണ് ആര്? നയമാൻ. അവൻ പരാക്രമശാലിയായിരുന്നു. അവൻ അവരുടെ സൈന്യാധിപനാണ്. പക്ഷേ കുഷ്ഠരോഗിയായിരുന്നു. അപ്പൊ ഈ വീട്ടിൽ അടിമപ്പണിക്ക് വന്ന ഈ ഇസ്രായേലിയ പെൺകുട്ടിക്ക്, അടിമ പെൺകുട്ടിക്ക് അവക്കറിയാം. എന്താ? അവള് പറഞ്ഞു, ഇസ്രായേലിൽ ഞങ്ങൾക്കൊരു പ്രവാചകനുണ്ട്. ആ പ്രവാചകന്റെ അടുക്കൽ ചെന്നാൽ നമ്മുടെ യജമാന് സൗഖ്യം കിട്ടുമെന്ന്. സ്തോത്രം. ഞാൻ ഇതൊക്കെ വായിക്കുന്നുണ്ട്, ഒത്തിരി സന്തോഷിക്കാറ്. വീട്ടുവേലക്കാരിയാണ് സുവിശേഷം പറയുന്നത് കേട്ടോ. വീട്ടിൽ വേലയ്ക്ക് ചെന്നോള് കൊച്ചമ്മയോട് സുവിശേഷം പറയുക. എന്താ? നമ്മുടെ യജമാനൻ, ഞങ്ങളുടെ നാട്ടിലെ ഒരു പ്രവാചകൻ, ഞങ്ങളുടെ യേശു രക്ഷിക്കുന്നവനാണ്. വീട്ടു ജോലിക്ക് നിൽക്കുന്നവളാണെങ്കിലും അത് പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. എന്തായാലും ശരി തന്നെ. വേലക്കാരി പറഞ്ഞതാണല്ലോ എന്ന് വിചാരിച്ച് തള്ളിക്കളഞ്ഞില്ല. അദ്ദേഹം നേരെ പോയി പണവും പൊന്നും പണ്ടവും എല്ലാം കൂടെ എടുത്തുകൊണ്ട് പ്രവാചകന് കൊടുക്കാൻ കൊണ്ടുപോവാണ്. ഇതും കൊണ്ടുപോവാണ്. കാശ് കൊടുത്ത് സൗഖ്യം നേടാൻ പോവാണ്. മനസ്സിലായല്ലോ? മനുഷ്യന്റെ സങ്കല്പത്തിലെ രക്ഷ ഇതാണ്. പണം കൊടുക്കുക, രക്ഷ നേടുക. പ്രവാചകൻ മേടിക്കാഞ്ഞ കാശാണ്, സംഭാവനയാണ്, സമ്മാനമാണ്. ആര് മേടിച്ചത്? അവന്റെ പ്രവാചകന്റെ ശിഷ്യൻ വാങ്ങിയത്. ഗേഹസി. അതവന് ശാപമായിട്ട് മാറി. പോട്ടെ, കാശും കൊണ്ടുപോവുകയാണ്. ഓരോ സ്ഥലത്തെ തീർത്ഥാടനം കഴിയുമ്പോൾ പത്രത്തിൽ വരും ഇത്ര കോടി. കാശ് കൊടുത്ത് രക്ഷ നേടുക. ഇത് നോക്കുക. ഈ അവിടെ ചെന്ന് പ്രവാചകനെ കണ്ടു. രാജാവിന്റെ അടുത്തോട്ടാ പോയത്. ആദ്യം പോയത് രാജാവിന്റെ അടുത്താ. രാജാവ് ദേഷ്യപ്പെട്ടിട്ട് അയാള് വസ്ത്രം കീറുക. ഞാൻ പറയട്ടെ, രക്ഷിക്കാൻ കഴിയാത്തവന്റെ അടുക്കലാണ് ഇന്ന് മനുഷ്യൻ രക്ഷയ്ക്കായിട്ട് പോകുന്നത്. കണ്ടോ?
ആരോരും അറിയപ്പെടാതെ കഴിയുന്ന ഒരു പ്രവാചകന്റെ അടുക്കൽ പോകാനല്ല. കാലിത്തൊഴുത്തിൽ കിടന്നവനും, ജനിച്ചത് എവിടാന്നറിയത്തില്ല, ക്രൂശിൽ, ശാപകരമായ കുരിശിൽ മരിച്ചവനുമായ യേശുവിന്റെ അടുക്കലല്ല രക്ഷയ്ക്കായിട്ട് മനുഷ്യൻ പോകാൻ ആഗ്രഹിക്കുന്നത്. പ്രതാപശാലിയായ മഹത്തുക്കളുടെ അടുക്കലേക്ക് പോകാനാണ് ആധുനിക മനുഷ്യന്റെയും ആഗ്രഹം. ആരുടെ അടുത്തോട്ടാ പോയത്? രാജാവ് വസ്ത്രം കീറി. രക്ഷിക്കുവാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരുടെ അടുക്കൽ. കണ്ടോ? ഇനിയും ഏറ്റവും ഒടുവിൽ രാജാവിന്റെ അടുത്തുനിന്ന് ഒടുവിൽ ഇദ്ദേഹം പ്രവാചകന്റെ അടുക്കൽ വന്നു. പ്രവാചകന്റെ അടുക്കൽ വന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നീ യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങണം, എങ്കിൽ നിനക്ക് സൗഖ്യം വരും, നീ ശുദ്ധനാകും. എവിടാ? യോർദാനിൽ പോയി മുങ്ങണം. ഇത് കേട്ടതും അദ്ദേഹത്തിന് കലി തുള്ളിയിട്ട് പറയാ, ഞങ്ങളുടെ നാട്ടില് എത്ര നദികളാ ഉള്ളത്, നല്ല പളുങ്കുപോലെ വെള്ളമുള്ള ആ നദികൾ, അതിനകത്ത് കുളിച്ചിട്ട് ഇത് പോയില്ല, പിന്നാണോ ഈ യോർദാനിലെ വെള്ളത്തിൽ? അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാവനയിലുള്ള രക്ഷയല്ല ആര് പറഞ്ഞത്? പ്രവാചകൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഭാവനയുള്ള സങ്കല്പത്തിലുള്ള രക്ഷ എന്തായിരുന്നു? 11-ാം വാക്യം നോക്കട്ടെ. എന്താ? അപ്പോൾ നയമാൻ ഏറ്റവും ക്രൂധിച്ച് പുറപ്പെട്ടു. അവൻ തന്നെ പുറത്തു വന്ന് അടുത്തു നിന്ന് തന്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ചു പ്രാർത്ഥിച്ചു. തന്റെ കൈ ആ സ്ഥലത്തിന് മീതെ ആട്ടി, ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ചിരിക്കട്ടെ. ഇദ്ദേഹം വിചാരിച്ചത് എങ്ങനെ രക്ഷിക്കുമെന്നാ. അവന്റെ ദൈവമായ യഹോവയുടെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് നീയും കൈ ആട്ടിയിട്ട് സൗഖ്യം കൊടുക്കുമെന്നാണ് ആര് വിചാരിച്ചത്? നയമാൻ വിചാരിച്ചത്. കണ്ടോ? മനുഷ്യന് തന്റെ രക്ഷയെ കുറിച്ചുള്ള ഒരു സങ്കല്പമുണ്ട്. ആ സങ്കല്പം അനുസരിച്ചുള്ള രക്ഷയല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ അവൻ തയ്യാറല്ല. അപ്പോഴേ കൂടെ വന്ന ആളുകൾ പറഞ്ഞു, ഇതിനേക്കാൾ വലിയ കാര്യം വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ അങ്ങ് ചെയ്യത്തില്ലായിരുന്നല്ലോ, ചെയ്യുമായിരുന്നല്ലോ. അതുകൊണ്ട് ദയവായിട്ട് ഇതൊരു നിസാര കാര്യമല്ലേ, ചെയ്യാൻ പറഞ്ഞു. 6 പ്രാവശ്യം മുങ്ങിപ്പൊങ്ങിയിട്ടും ഭേദം വന്നില്ല. 7-ാമത്തെ പ്രാവശ്യം മുങ്ങിപ്പൊങ്ങിയപ്പോൾ ഒരു ബാലന്റെ ശരീരം പോലെ അവന്റെ ശരീരമായി. ദൈവത്തിന്റെ പ്രമാണം പൂർണ്ണമായി അനുസരിക്കാൻ മനസ്സില്ലാത്തവന് രക്ഷിക്കപ്പെടാൻ സാധിക്കില്ല. മനുഷ്യന്റെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരം. മനുഷ്യന്റെ വഴിയല്ല രക്ഷയ്ക്കുള്ള ദൈവത്തിന്റെ വഴി. എന്തുകൊണ്ടാ എല്ലാവരും രക്ഷിക്കപ്പെടാത്തത്? ഉത്തരം കണ്ടോ? തങ്ങളുടെ സങ്കല്പത്തിനും ഭാവനയ്ക്കും നിരൂപണത്തിനും അനുസാരമായ രക്ഷയുടെ മാർഗമല്ല ബൈബിൾ നിർദ്ദേശിക്കുന്നത്. ചെയ്യണം എന്ന് മതങ്ങൾ പറയുമ്പോൾ ഒന്നും ചെയ്യണ്ട എന്ന് പറയുന്ന ബൈബിളിനെ അനുസരിക്കാൻ ആരെ കിട്ടും? പ്രവർത്തിക്കണ്ട എന്ന് പറയുന്ന പ്രവർത്തിക്കുക രക്ഷ നേടുക എന്ന് മതങ്ങൾ പറയുമ്പോൾ ബൈബിൾ പറയുകയാണ് ഒരു പ്രവൃത്തിയും വേണ്ട. കണ്ടോ? സ്തോത്രം. മനുഷ്യൻ രക്ഷിക്കപ്പെടാത്തതിന്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ തിരുവെഴുത്ത് വ്യക്തമാക്കുകയാണ്. ഈ സംഭവത്തിലൂടെയും നമ്മൾ അത് കാണുകയാണ്. എന്താ? അവന് ഈ കുളത്തിൽ ആദ്യം ഇറങ്ങി, ദൂതൻ വെള്ളം ഇളക്കുമ്പോൾ ആദ്യം കുളത്തിലിറങ്ങി രക്ഷപ്പെടാൻ യേശുവിന്റെ സഹായം അവൻ തേടുന്ന ഒരു പരിസ്ഥിതിയാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവൻ ആഗ്രഹിച്ചത് അതാണ്. എന്നാൽ
കർത്താവിന്റെ വഴി അതായിരുന്നില്ല. കർത്താവ് അവനെ രക്ഷയിലേക്ക് നടത്തുന്നത്, അവന് സൗഖ്യം നൽകുന്നത് കാണുക. വളരെ വേഗം അതിപ്രധാനമായ ഈ ഭാഗത്തെ അതിപ്രധാനമായ സംഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. കൂടുതൽ ശ്രദ്ധയോടെ നമ്മൾക്ക് ദൈവസന്നിധിയിലായിരിക്കുക. എന്താ ഒരു മിറാക്കിൾ? മിറാക്കിൾ എന്നുള്ളതിന് മലയാളത്തിൽ കൊടുക്കാവുന്ന നല്ല വാക്ക് വീര്യപ്രവൃത്തികൾ എന്നാണ്. വീര്യപ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, എൻ്റെ അത്ഭുതങ്ങളെ കുറിച്ചും അടയാളങ്ങളെ കുറിച്ചുമുള്ള ആ പ്രസംഗം ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. റെജിമോൻ ജോസഫ് പാസ്റ്റർ പറഞ്ഞ പോലെ എത്ര പേര് അത് കേട്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് കേട്ടാൽ അറിയാം. വീര്യപ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പ്രകൃതി അതീതമായ സംഭവങ്ങളാണ്. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ അമാനുഷികമായ പ്രവൃത്തികളാണ്. വേറൊന്ന് പറഞ്ഞാൽ വീര്യപ്രവൃത്തി എന്നുള്ളതിന് മറ്റൊരു പദം പറഞ്ഞാൽ ദൈവീക പ്രവൃത്തി എന്ന് പറയാം. മിറാക്കിൾ എന്ന് പറയുന്നത് പ്രകൃത്യതീതമായ അമാനുഷികമായ ദൈവിക പ്രവൃത്തിയാണ്. ഇവിടെ നമ്മൾ ഈ കാണുന്നത് ആ ദൈവിക പ്രവൃത്തിയാണ്. നോക്കണം, ഈ മനുഷ്യനോട് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. അവന്റെ ഉത്തരം കർത്താവ് ശ്രദ്ധിച്ചു. എന്നാൽ ആ ഉത്തരത്തിന് കർത്താവ്, അവൻ പറഞ്ഞ മറുപടിക്ക് കർത്താവ് വലിയ പ്രാധാന്യം കൽപ്പിക്കാതെ നേരെ അവനോട് പറയുന്നത് 8-ാം വാക്യം എന്താ? യേശു അവനോട് എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. നോക്കണം, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്കുക. കർത്താവ് ഈ വ്യക്തിയോട് പറയുകയാണ്, മനസ്സുണ്ടോന്ന് ചോദിച്ചിട്ട് അവനോട് പറയുകയാണ്, നിന്റെ കിടക്ക എഴുന്നേറ്റ്. നോക്കണം, അവൻ കിടക്കുന്നത് യേശു കണ്ടു എന്നാണ് നമ്മൾ 6-ാം വാക്യത്തിൽ കണ്ടത്. കിടക്കുന്നവനോട് എത്ര വർഷമായി? 38 വർഷമായി കിടക്കുകയാണ്. എഴുന്നേറ്റിട്ടില്ല, എഴുന്നേക്കാൻ കഴിയില്ല. ആ എഴുന്നേക്കാൻ കഴിയാതെ 38 ആണ്ടായി ഒരേ കിടപ്പ് കിടക്കുന്നവനോട് കർത്താവ് പറയുകയാണ്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് വീട്ടിലേക്ക് പോകുക. ഇത് ഓരോ വാക്കും നിങ്ങളുടെ ചിന്തയ്ക്ക് ഞാൻ വിടുകയാണ്. ഇവിടെ നമുക്കൊരു കാര്യം കാണാൻ കഴിയുന്നു. നോക്കിയേ, ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. ജനമെല്ലാം കാണുക, ഉടനെ അവന് സൗഖ്യം വന്നു. അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുകയാണ്. നോക്കണം, ഈ സൗഖ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത യേശു കൊടുത്ത സൗഖ്യം. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. നോക്കണം, ഇവിടെ ആ രോഗിയോട് നീ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചോ? അവന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണോ യേശു സൗഖ്യം കൊടുത്തത്? ആണോ? സഹോദരങ്ങളെ, എന്നോടൊപ്പം നിങ്ങൾ ചിന്തിക്കണം. അല്ല, യേശു ഇവന് സൗഖ്യം കൊടുത്തത് അവന്റെ വിശ്വാസത്തിലെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞല്ല. പിന്നെ അവൻ വിശ്വസിച്ചത് എപ്പോഴാ? സൗഖ്യം കിട്ടിക്കഴിഞ്ഞാണ് അവൻ വിശ്വസിച്ചത്. മനസ്സിലായോ? അതെ, ദൈവവചനം നമ്മൾ മ്യൂട്ടായി.
പതിവില്ലാത്ത കാര്യമാണല്ലോ. ദൈവവചനം പറയുന്ന പോലെ നമ്മൾ ഗ്രഹിക്കണം. പലരും പറയാറില്ലേ, എന്തുകൊണ്ടാ രോഗിക്ക് സൗഖ്യം വരാഞ്ഞത്? ഓ, അവൻ വിശ്വസിച്ചില്ല. ഞാൻ ചോദിക്കട്ടെ, ദൈവിക സൗഖ്യത്തിന് രോഗിയുടെ വിശ്വാസം ആവശ്യമാണ്. ചിലയിടത്ത് അതാവശ്യമാണ്, എന്നാൽ ഇവിടെയോ? ഇവിടെയോ സൗഖ്യമായി കഴിഞ്ഞാണ് അവൻ വിശ്വസിച്ചത്. അവൻ വിശ്വസിച്ചതിന്റെ അടയാളമാണ് എന്ത്? അവൻ കിടക്കയെടുക്കുന്നതിന് മുമ്പ് അവൻ എഴുന്നേറ്റത്, അവൻ കിടക്കയെടുത്തത്. യേശുവിന്റെ വചനം, ആ വചനത്തിൽ അവന് സൗഖ്യം കിട്ടി. അവനോട് മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ മറുപടി എന്താ? എനിക്ക് മനസ്സുണ്ടെന്നല്ല പറഞ്ഞത്, എന്നെ കുളത്തിലാക്കാൻ ആളില്ലെന്നാ പറഞ്ഞത്. അപ്പോഴാ കർത്താവ് പറഞ്ഞത്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക. അവൻ വിശ്വസിച്ച് കഴിഞ്ഞാണോ കർത്താവ് ഈ കൽപ്പന നൽകിയത്? അല്ല, കർത്താവ് കൽപ്പിച്ചു, സ്തോത്രം, അവന് സൗഖ്യം വന്നു. അത് കഴിഞ്ഞാണ് അവൻ വിശ്വാസത്തോടെ എഴുന്നേൽക്കുന്നത്. സ്തോത്രം. ഉണ്ടോ? ദൈവിക സൗഖ്യത്തിന്റെ പ്രകൃത്യതീതമായ ദൈവിക നമുക്ക് ഇത് വീര്യപ്രവൃത്തിയ, ദൈവത്തിന് അത് വീര്യപ്രവൃത്തിയല്ല കേട്ടോ. ദൈവത്തിന് ഇതൊന്നും ഒരു വീര്യപ്രവൃത്തി അല്ല. മനുഷ്യർക്കാണ് വീര്യപ്രവൃത്തി, അത്ഭുതം, അടയാളം. ഇനി നോക്കുക, രണ്ടാമത്തെ ഒരു സംഭവം ഞാൻ പറയട്ടെ. മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നോക്കാം. മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. ഒരു പക്ഷവാത രോഗിയെ 4 ആളുകൾ ചുമന്ന് കൊണ്ടുവന്ന് ആ വീടിന്റെ മേൽക്കൂര ഇളക്കി യേശുക്രിസ്തുവിന്റെ മുമ്പിൽ വയ്ക്കുക. അവിടെ കർത്താവ് ആ രോഗിക്ക് സൗഖ്യം കൊടുക്കുന്നു. എങ്ങനെയാണെന്ന് നോക്കിയേ, 9-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. ആരെങ്കിലും ഒന്ന് വായിച്ചാൽ. അവിടെ ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷപാതക്കാരനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരുടെ വിശ്വാസം കണ്ട പക്ഷപാതക്കാരനോട്, മകനെ, ധൈര്യമായിരിക്കാം. ആരുടെ വിശ്വാസം കണ്ടിട്ട്? 4 ആളുകളാണ് ചുമന്നു കൊണ്ടുവരുന്നത്. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട്. ആരുടെ? രോഗിയുടെ വിശ്വാസമാണോ? രോഗിയുടെ വിശ്വാസമാണോ? അല്ല, പിന്നെ കൊണ്ടുവന്നവരുടെ ആ കട്ടിലിൽ രോഗിയെ ചുമന്നു കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട്. യേശുക്രിസ്തു ചെയ്യുന്ന അത്ഭുതം രോഗി വിശ്വസിക്കണമെന്നില്ല. രോഗിയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല കർത്താവ് നൽകുന്ന സൗഖ്യം. മനുഷ്യനെ വഞ്ചിക്കരുത്. രോഗി വിശ്വസിച്ചില്ലെങ്കിലും കർത്താവ് സൗഖ്യം നൽകിയ സന്ദർഭങ്ങളുണ്ട്. 2, രോഗിയല്ല, രോഗിയെ കൊണ്ടുവന്നവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവ് സൗഖ്യം നൽകുന്നുണ്ട്. ഇതൊക്കെ വലിയ സത്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ദൈവവചനത്തിലെ അവരുടെ വിശ്വാസം കണ്ടിട്ട്. ഇനി നോക്കുക, അപ്പസ്തലന്മാരുടെ കാലത്തെ സൗഖ്യം. അപ്പസ്തലന്മാരുടെ പ്രവർത്തികൾ 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ സുന്ദരമെന്ന ഗോപുരത്തിന്റെ വാതിൽ ഗോപുരത്തിങ്കലിരുന്ന, ഗോപുരം ഗേറ്റ് വന്ന് അവിടെ ഇരുന്ന, സുന്ദരമെന്ന ആ ഗോപുരത്തിങ്കൽ ഇരുന്ന ആ പിറവിയിലെ മുടന്തനായ മനുഷ്യൻ,
അവന് സൗഖ്യം വന്നു. എങ്ങനെയാണ് സൗഖ്യം വന്നത്? അവനോട് യോഹന്നാനും കൂടെ പറഞ്ഞ ഒരേ ഒരു വാചകം എന്താണെന്നറിയാമോ? എന്താ? വെള്ളിയും പൊന്നും എനിക്കില്ല, ഞങ്ങളെ ഒന്ന് നോക്കാം, എനിക്കുള്ളത് നിനക്ക് തരുന്നു. ഞങ്ങളെ ഒന്ന് നോക്ക് എന്ന് അവര് പറഞ്ഞു. ഇവൻ ഉറ്റുനോക്കി വല്ലരും എന്തിനാ നോക്കിയേ? വല്ലരും കിട്ടുമെന്ന് വിചാരിച്ച്, കാശ് കിട്ടുമെന്ന് വിചാരിച്ചാ നോക്കിയത്, സൗഖ്യം കിട്ടുമെന്ന് വിചാരിച്ചല്ല. പത്രോസ് പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ഇവിടെ വ്യാപരിച്ചത് ആരുടെ വിശ്വാസമാണ്? ഉടന്തന്റെ വിശ്വാസമാണോ? അല്ല, പിന്നെ പത്രോസിന്റെ വിശ്വാസമാണ്, യോഹന്നാന്റെ വിശ്വാസമാണ്. സ്തോത്രം. ശുശ്രൂഷിക്കുന്ന ദൈവദാസന്റെ വിശ്വാസമാണ്. ഇതൊക്കെ നമ്മള് തിരുവഴുത്തിൽ ഇങ്ങനെ പച്ചയ്ക്ക് ഇത് എഴുതി വെച്ചിരിക്കെ ജനത്തെ വഞ്ചിക്കുന്ന ഇന്നത്തെ പ്രവർത്തികൾ നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ട. ഇവിടെ രോഗി വിശ്വസിക്കുന്നില്ല. അവന് വേണ്ടത് കാശാണ്. അവൻ നോക്കിയത് കാശിന് വേണ്ടിയാ നോക്കിയത്. എന്നാൽ പത്രോസിന്റെ വിശ്വാസം അവന് സൗഖ്യം കൊടുക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. ഇത് നോക്കുക. ഇപ്പൊ ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, കർത്താവ് സൗഖ്യം കൊടുത്തു കഴിഞ്ഞ് വിശ്വസിക്കുന്ന നമ്മൾ ഈ ഭാഗത്ത് ചിന്തിക്കുന്ന ഈ മനുഷ്യൻ. 2, രോഗികളെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് സൗഖ്യം കൊടുക്കുന്നത്. 3, കർത്താവിന്റെ ദാസന്മാരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കുന്നത്, ആമേൻ, സൗഖ്യം കൊടുക്കുന്നത്. പാവപ്പെട്ട നമ്മളുടെ വിശ്വാസത്തിന്റെ മേൽ പ്രവർത്തിക്കുന്നവരാണ് സ്വർഗത്തിലെ ദൈവം. ഇനി 4-ാമത്തെ കാര്യം, അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 14-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. ലുസ്ത്രയിൽ അവിടെ ഒരു മുടന്തനാണ്. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ ആരും കൊണ്ടുവന്നതോ ഒന്നുമല്ല. അവിടെ സുവിശേഷം അറിയിക്കാൻ ചെന്ന പൗലോസും ബർന്നബാസും ലുസ്ത്രയിൽ. അവിടെ എന്താ സംഭവിക്കുന്നത് നോക്കി, 9-ാം വാക്യം. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട് നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. മതി മതി മതി. ഇവിടെ ആരുടെ വിശ്വാസമാണ്? പൗലോസും ബർന്നബാസും ഈ മനുഷ്യനെ നോക്കിയപ്പോൾ പിറവിയിലെ മുടന്തനാണ്. അവന് സൗഖ്യം പ്രാപിക്കുവാൻ ഉള്ള എന്തുണ്ട്? വിശ്വാസമുണ്ട് എന്ന് കണ്ടു. ആ രോഗിയുടെ വിശ്വാസം കണ്ടിട്ട് കർത്താവിന്റെ നാമത്തിൽ സൗഖ്യം നൽകുകയാണ്. കണ്ടോ? ഈ 4 വിധത്തിൽ വീര്യപ്രവർത്തികൾ കർത്താവിന്റെ കാലത്തും അപ്പസ്തലിക യുഗത്തിലും നടന്നിട്ടുണ്ട്. അതിന് സ്ഥിരമായ ഒരു ശൈലി ദൈവവചനത്തിൽ പറഞ്ഞിട്ടില്ല. ഇന്ന് പറയുന്നത് എന്താണ്? സ്ഥിരമായ ഒരു ശൈലിയാണ്. ഞാൻ വിമർശിക്കുകയല്ല, ദൈവവചനം ഞാൻ നിങ്ങൾക്ക് പങ്കിട്ട് തരിക. എന്നെ ദൈവം ഏൽപ്പിച്ച കാര്യം ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുക. ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ദൈവസന്നിധിയിൽ കുറ്റക്കാരനാണ്. സ്ഥിരമായ ഒരു ശൈലി അത്ഭുത പ്രവൃത്തിക്ക് വേണ്ടി ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വീര്യപ്രവർത്തികളുടെ ചരിത്രം നമ്മൾ പഠിച്ചാൽ ആ ഓരോ സന്ദർഭങ്ങളിലും ഓരോരോ രീതിയാണ്, ഓരോരോ
ശൈലിയാണ്, ഓരോരോ വിധത്തിലാണ് ദൈവിക പ്രവൃത്തി നടക്കുന്നത്. അതിന് നമ്മളൊരു ചട്ടക്കൂട് ഉണ്ടാക്കാൻ പാടില്ല. ദൈവത്തിന്റെ ചട്ടക്കൂട് നമ്മൾ അംഗീകരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മുടെ മധ്യത്തില് ഒരുപാട് രോഗികളുണ്ട്. അവരൊക്കെ രോഗികളായിരിക്കുന്നതിന്റെ കാരണം ദൈവത്തിന് സൗഖ്യം കൊടുക്കാൻ കഴിയാത്തതല്ല. കേട്ടോ, എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും മനസ്സിലാക്കണേ. ഈ പറയുന്ന എനിക്കും ശാരീരികമായ പല അസ്വസ്ഥതകൾ അനുഭവിക്കുന്നയാളാണ്. അപ്പോ ഈ രോഗികളായിരിക്കുന്നതിന്റെ കാരണം ദൈവത്തിന് സൗഖ്യം കൊടുക്കാൻ കഴിയാത്തതല്ല, അത് ദൈവത്തിന്റെ ഹിതമാണ്. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ലുസ്ത്രയിൽ സൗഖ്യം നൽകാൻ മുഖാന്തരം പൗലോസ് അല്ല സൗഖ്യം നൽകിയത്, സൗഖ്യം നൽകുവാൻ മുഖാന്തരമായ പൗലോസ് ഒരു രോഗിയായിരുന്നു. മൂന്ന് പ്രാവശ്യം തന്റെ രോഗസൗഖ്യത്തിന് വേണ്ടി താൻ പ്രാർത്ഥിച്ചു. നമുക്കറിയാമല്ലോ, ദൈവത്തിന്റെ ഇഷ്ടത്തിനുള്ള സമർപ്പണമാണ് ഒരു വിശ്വാസിക്ക് ആവശ്യം. എന്റെ രോഗത്തിലൂടെയാണ് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്നെങ്കിൽ, ആമേൻ കർത്താവേ, ഞാൻ അതിന് തയ്യാറാണ്. എന്റെ രോഗസൗഖ്യത്തിലൂടെയാണ് കർത്താവിന്റെ നാമം മഹത്വപ്പെടുന്നതെങ്കിൽ ആ വിധത്തിൽ സമർപ്പിക്കാൻ നമുക്ക് കഴിയും. ഇവിടെ കർത്താവ് മനുഷ്യനോട് പറയുകയാണ്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക. 9-ാം വാക്യം, ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു. ഈ സൗഖ്യത്തിന്റെ 3 പ്രത്യേകതകൾ യേശു കർത്താവ് കൊടുത്ത, അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ കൊടുത്ത ദൈവികമായ വീര്യപ്രവൃത്തിയിൽ ഉണ്ടായ സൗഖ്യങ്ങളുടെ പ്രത്യേകത, 3 പ്രത്യേകത ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. നമ്മുടെ സമയം കഴിഞ്ഞെന്ന് എനിക്കറിയാം. ഞാൻ പെട്ടെന്ന് ഈ 3 കാര്യം പറഞ്ഞ് അവസാനം. അവിടെ കണ്ടോ, ഉടനെ എന്നൊരു വാക്ക്, ഇംഗ്ലീഷിൽ ഇമ്മീഡിയറ്റ്ലി എന്നാണ്. ഗ്രീക്ക് ഭാഷയിൽ യൂത്തിയൂസ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യൂത്തിയൂസ്, ആ വാക്കിന്റെ അർത്ഥം എന്തെന്നറിയാമോ? തൽക്ഷണം എന്നാണ്. ഉടനെ. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഈ വാക്ക് 9 പ്രാവശ്യമുണ്ട്. ഉടനെ യേശു, ഉടനെ യേശു, ഉടനെ 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 എന്ന് പറഞ്ഞാൽ സമയം മാറുന്നില്ല. കർത്താവ് പറഞ്ഞു, അപ്പോൾ തന്നെ വചനത്തിന്റെ വേഗം. മനസ്സിലായോ? തിരുവഴുത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന വചനമയച്ച് നീ അവരെ സൗഖ്യമാക്കണമേ. കർത്താവിന്റെ വചനത്തിന് പ്രകാശത്തെക്കാളേറെ വേഗതയുണ്ട്. തൽക്ഷണം, ഉടനെ. ദൈവം നൽകുന്ന സൗഖ്യങ്ങൾ, അത്ഭുതമായ പ്രവൃത്തികൾ, അത് തൽക്ഷണം നടക്കുന്നതാണ്, ഇമ്മീഡിയറ്റ്ലി നടക്കുന്നതാണ്. രണ്ടാമത്, കാലക്രമേണയല്ല, അപ്പോൾ നടക്കുന്നത്. രണ്ടാമത് സമ്പൂർണ്ണ സൗഖ്യമാണ്. കംപ്ലീറ്റ്ലി ഹീൽഡ്, സമ്പൂർണമായ സൗഖ്യം. എഴുന്നേറ്റു, കിടക്കയെടുത്തു, നടന്നു. കുറെ മാസം കഴിഞ്ഞാണ്, കുറെ ദിവസങ്ങൾ കഴിഞ്ഞാണ്. ഇതാണ് മിറക്കിൾ. വീര്യപ്രവൃത്തിയിലെ സൗഖ്യം സമ്പൂർണമായ സൗഖ്യമാണ്, സമ്പൂർണമായ ദൈവപ്രവൃത്തിയാണ്. അത് ഏതായാലും സൗഖ്യം മാത്രമല്ല. മൂന്നാമത്, അത് ശാശ്വതമാണ്. മനസ്സിലായോ? മരണം വരെ ആ രോഗത്തിന് പിന്നെ അദ്ദേഹം അടിമയാകത്തില്ല.
ശാശ്വതമായ സൗഖ്യം. വിടുതലാണ്. ഇതാണ് ദൈവിക പ്രവൃത്തിയുടെ 3 പ്രധാനപ്പെട്ട മഹത്വങ്ങൾ. തൽക്ഷണം നടക്കുന്നതാണ്. 2 സമ്പൂർണമായ സൗഖ്യമാണ്. 3 അത് ശാശ്വതമായ സൗഖ്യമാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇതാണ് ദൈവപ്രവൃത്തി. ഈ കാര്യങ്ങൾ ഗ്രഹിക്കാനും ദൈവവചനത്തിലേക്ക് മടങ്ങി വന്ന് ദൈവവചന പ്രമാണങ്ങൾ അനുസരിച്ച് വചനത്തോടൊപ്പം സഞ്ചരിക്കാനും വചനം നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമാക്കുവാനും വചന പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ യാതൊരു കാര്യത്തിനും ആമേൻ പറയാതിരിക്കാനും നമ്മൾക്ക് സാധിക്കണം. ഈ പഠനം ദൈവം നമ്മൾക്ക് നൽകിയിരിക്കുന്നത് അതിനാണ്. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി. ദൈവനാമം മഹത്വപ്പെടട്ടെ.